13-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യൻ അർത്ഥമുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ആർതൂരിയൻ ഇതിഹാസത്തിലെ അന്വേഷിച്ചൊരു വസ്തുവാണ് ഹോളി ഗ്രെയിൽ. ഗ്രെയിൽ എന്ന പദം വിശാലമായ വായുള്ള അല്ലെങ്കിൽ ആഴം കുറഞ്ഞ പാത്രത്തെ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും അതിന്റെ കൃത്യമായ ഒരു അർത്ഥം ഇന്നും അനിശ്ചിതത്തിൽ തുടരുന്നു. ഗ്രീക്ക്, റോമൻ, കെൽറ്റിക് പുരാണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നു. മാന്ത്രിക ജീവൻ വീണ്ടെടുക്കുന്ന ഒരു വസ്തുവായാണ് ഇതിനെ അവർ വിശ്വസിച്ചിരുന്നത്. നിഗൂഢമായൊരു വിശുദ്ധ വസ്തു എന്ന നിലയിൽ അത്തരമൊരു പാത്രത്തിന് ക്രിസ്ത്യാനികൾ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ക്രേറ്റൻ ഡി ട്രോയിസിന്റെ പൂർത്തിയാകാത്ത പ്രണയതയായ പെർസെവലായിരുന്നു ഇതിന്റെ തുടക്കം. അതും ഗ്രെയിലിനായി തിരയുന്നതുമായ കപടനാഥൻ നൈറ്റ്സ് പെർസെവലിനെ അതിനകത്ത് അവതരിപ്പിക്കുന്നു. ഈ കവിതയിൽ മതവും അതിശയകരവും വളരെയധികം കൂടിച്ചേർന്നിരിക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ റോബർട്ട് ഡി ബറോൺസിന്റെ വാക്യങ്ങളായ ജോസഫ് ഡി അരിമത്തി, മെർലിൻ, പെർസെവൽ ഈ ഇതിഹാസങ്ങളെല്ലാം ക്രിസ്തീയ പ്രാധാന്യം വിപുലീകരിച്ചപ്പോൾ വോൾഫ്രോം വോൺ അതിന് ഗാനവും നിഗൂഢമായ ആവിഷ്കാരവും നൽകി.